ഹല്ലേലൂയ. മഹത്വത്തിന് സാന്നിധ്യം എന്ന ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്ന നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്നേഹവും സമാധാനവും ആശംസിക്കുകയാണ്. പരസ്പരം പ്രാർത്ഥിക്കുവാനും പ്രോത്സാഹിപ്പിക്കുവാനൊക്കെ ദൈവം നൽകുന്ന ഈ അവസരത്തിനായി നമുക്ക് നന്ദി പറയാം. 68-ാം സങ്കീർത്തനം 8-ാം തിരുവചനത്തിൽ ദൈവത്തിന്റെ വചനം ഇപ്രകാരം പ്രഖ്യാപിക്കുകയാണ്: ദൈവ സാന്നിധ്യത്താൽ ഭൂമി കുലുങ്ങുകയും ആകാശം മഴ ചൊരിയുകയും ചെയ്തു. എവിടെയെല്ലാം ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെടുന്നുവോ അവിടെയെല്ലാം വലിയ കുലുക്കങ്ങൾ ഉണ്ടാകുന്നു. ഈ സമയം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതങ്ങളിൽ ശക്തിയോടെ പ്രവർത്തിക്കാൻ പോവുക. എല്ലാ ജോലി തിരക്കുകളും മാറ്റിവെച്ച് നിങ്ങൾ ടെലിവിഷന്റെ മുൻപിലാണ് ഇരിക്കുന്നതെന്ന് അറിയാം. എങ്കിൽ നിങ്ങൾ വിശ്വാസത്തോടെ, നിങ്ങൾ വളരെ പ്രത്യാശയോടെ നിങ്ങൾ ടെലിവിഷനിലേക്ക് നോക്കുക. കർത്താവ് അനേകം ആയിരങ്ങൾ അഭിഷേകം ചെയ്ത സമയമാണ്. വർഷങ്ങളായി നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലും കുടുംബങ്ങളിലുമുള്ള ചില തിന്മയുടെ ആധിപത്യത്തിന്റെ അടിസ്ഥാനങ്ങള് ദൈവ സാന്നിധ്യത്തിന്റെ അത്ഭുത ശക്തിയാൽ തകരുന്ന സമയമാണ്. വിശ്വസിക്കുക. നിങ്ങൾ പലവിധ രോഗപീഠകളിൽ വേദനിക്കുന്ന വ്യക്തികൾ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ രോഗബാധിതമായ ശരീരഭാഗത്ത് നിങ്ങൾ വലത് കരം വെച്ച് നിങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുക. കർത്താവിന്റെ സാന്നിധ്യം സൗഖ്യത്തിന് അഭിഷേകമായി വെളിപ്പെടാൻ പോവുക. വലിയ സൗഖ്യങ്ങൾ വെളിപ്പെടാൻ പോവുക. എല്ലാവരും വളരെ ആനന്ദത്തോടെ കരങ്ങൾ അടിച്ച് എല്ലാം മറന്ന്, സകല ദുഃഖങ്ങളും ഭാരങ്ങളെല്ലാം മറന്ന് സ്വാതന്ത്ര്യത്തോടെ പാടി ആരാധിച്ച് സാധിക്കുന്നവരെല്ലാം നിങ്ങളൊന്ന് എഴുന്നേറ്റ് നിൽക്കുക. നമ്മുടെ കുടുംബങ്ങൾ ദേവാലയമായിട്ട് മാറുകയാണ്. നിങ്ങൾ സ്തുതിച്ചു പാട്. കർത്താവ് പ്രവർത്തിക്കട്ടെ. സ്വർഗം ഇറങ്ങി വരട്ടെ. കരമടിച്ച് പോരാ. എല്ലാവരും സന്തോഷത്തോടെ. യേശു നല്ലവൻ, അവൻ വല്ലഭൻ, അവൻ ദയയോ എന്നുമുള്ളത്. ആനന്ദ നിറവോടെ അവൻ ദയയോ എന്നുമുള്ളത്. പെരുവെള്ളത്തിൽ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക നാം അവന്റെ നാമം. പെരുവെള്ളത്തിൽ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക നാം അവന്റെ നാമം. കാര്യങ്ങൾ വീശി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. മഹത്വവും പരസ്പരം നോക്കി പുഞ്ചിരിച്ച് ഒന്ന് പറഞ്ഞു പാടി എല്ലാവരും. ശക്തിയും ബലവും യേശുവിന്. എന്റെ കർത്താവേ, എന്റെ യഹോവേ, നീയൊഴികെ എനിക്കൊരു നന്മയുമില്ല. കർത്താവ് ഞങ്ങളെ നിറയ്ക്കണമേ. സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ. മഹത്വം കൊണ്ട് നിറയ്ക്കണമേ. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവർ എനിക്ക് ശ്രേഷ്ഠന്മാർ തന്നെ. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവർ എനിക്ക് ശ്രേഷ്ഠന്മാർ. ഒന്ന് വട്ടം കറങ്ങി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനും ശക്തിയും ബലവും എന്നെ. എല്ലാവരും ചേർന്ന് കാലുകളെ പാറമേൽ നിർത്തി എൻ ഗമനത്തെ സുസ്ഥിരമാക്കി. പുതിയൊരു എനിക്കു എൻ കർത്താവിനെ, എൻ കർത്താവിന് എല്ലാവരും സ്വരമുയർത്തി അഭിഷേകത്തോടെ ഹല്ലേലൂയ. കരങ്ങൾ വീശി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തി. ഒരല്പം കൂടി സ്വരത്തിൽ കരമടിച്ച് എല്ലാവരും നമ്മുടെ കയ്യടിവൻ അഭിഷേകമായി മാറട്ടെ. അനേകർക്ക് പ്രോത്സാഹനമായി മാറട്ടെ. ഇരു കരങ്ങളും ഉയർത്തി നമ്മുടെ മധ്യേ വെളിപ്പെടുന്ന ദൈവ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ദൈവമക്കളെ നിങ്ങൾ നിലവിളിച്ച് പ്രാർത്ഥിക്ക്. ദൈവ സാന്നിധ്യത്താൽ ഭൂമി കുലുങ്ങുന്നു. ദൈവ സാന്നിധ്യത്താൽ സാത്താന്റെ അടിസ്ഥാനങ്ങളെ തകരുന്നു. ദൈവ സാന്നിധ്യത്താൽ മാറാ രോഗങ്ങൾ സുഖപ്പെടുന്നു. ദൈവ സാന്നിധ്യത്താൽ ശാപബന്ധനങ്ങൾ ഛിന്നഭിന്നമാകുന്നു. ദൈവ സാന്നിധ്യത്താൽ വ്യക്തി
പരിശുദ്ധാത്മാവെ പ്രവർത്തിക്കണമേ. ദൈവ സാന്നിധ്യമായി ഇറങ്ങി വരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവ സാന്നിധ്യത്താൽ കുടുംബങ്ങളും തലമുറകളും വിശുദ്ധീകരിക്കപ്പെടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മക്കളെ സ്തുതിച്ചു പ്രാർത്ഥിക്കേ, വിശ്വസിച്ച് പ്രാർത്ഥിക്കേ, പരിശുദ്ധാത്മാവിനെ വിളിക്കേ. വരിക, വരിക, വരിക പരിശുദ്ധാത്മാവേ. ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് വരിക, ഈ സ്തുതി ആരാധനയിലേക്ക് വരിക, ആരാധിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ജനകോടികളിലേക്ക് വരിക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഭാഷാവരത്തിൽ പ്രാർത്ഥിക്കുക, അരൂപിയിൽ പ്രാർത്ഥിക്കുക. വലിയ സ്വാതന്ത്ര്യം വെളിപ്പെടട്ടെ. അടിമത്ത അധികാര പോരുകൾ നിർവീര്യമാകട്ടെ. അന്ധകാര ബന്ധനങ്ങൾ തച്ചുടയട്ടെ. ഹല 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 ഹല. ഓ പവർ, ശക്തി, ശക്തി വെളിപ്പെടട്ടെ. ജീവിതങ്ങൾ വെളിപ്പെടട്ടെ. രോഗികളിൽ വെളിപ്പെടട്ടെ. കുഞ്ഞുമക്കളിൽ വെളിപ്പെടട്ടെ. യുവജനങ്ങളിൽ വെളിപ്പെടട്ടെ. വേദനിച്ചും തകർന്നും നിരാശപ്പെട്ടിരിക്കുന്ന ജീവിതങ്ങളിൽ വെളിപ്പെടട്ടെ. Lord, reveal your power. ഹാല 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 ഹാല. കർത്താവിന്റെ പ്രസൻസ് ഞങ്ങൾ ആവരണം ചെയ്യട്ടെ. ഞങ്ങളുടെ തലമുറകൾ ആവരണം ചെയ്യട്ടെ. ഞങ്ങളുടെ കുടുംബങ്ങൾ ആവരണം ചെയ്യട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ മഹത്വമേ, ഞങ്ങളെ വന്ന് മൂടുക, ഞങ്ങളെ വന്ന് മൂടുക, മൂടുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. താങ്ക് യു, താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ അമ്മേ, സകല വിശുദ്ധരെ, മാലാഖമാരെ, പ്രവാചകരെ, ഞങ്ങൾക്കായി ഇന്നത്തെ ശുശ്രൂഷകൾക്കായി പ്രാർത്ഥിക്കണമേ. ആമേൻ, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഇന്നേ ദിവസം ദൈവവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത് വ്യത്യസ്തരായിരിക്കുക എന്നുള്ള വിഷയമാണ്. ബി ഡിഫറന്റ്. ഓരോ ക്രൈസ്തവന്റെയും വിളി എന്ന് പറയുന്നത് വ്യത്യസ്തനാകുവാനും വ്യത്യസ്തയാകുവാനും വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. പുറപ്പാടിന്റെ പുസ്തകം 33-ാം അധ്യായത്തിലോട്ട് നമ്മൾ വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും, ഇസ്രായേൽ ജനം സീനായ് മലയുടെ അടിവാരത്തിൽ നിൽക്കുകയാണ്. ഈ സമയം ദൈവം മോശയോട് സംസാരിക്കും. മോസസ്, അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനോടും ഞാൻ ശപഥം ചെയ്തിട്ടുള്ള നാട്ടിലേക്ക്, വാഗ്ദാന ദേശത്തേക്ക് നീ എന്റെ ജനത്തെ കൂട്ടിക്കൊണ്ടുപോവുക. കർത്താവിന്റെ സ്വരം വളരെ വ്യക്തമായി മോശ കേൾക്കുകയാണ്. ഈ സമയത്ത് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ, തന്റെ അപ്പനോടുള്ള സ്വാതന്ത്ര്യത്താൽ, സ്നേഹത്താൽ എന്ന പോലെ മോശ ദൈവത്തോട് പറയുകയാണ്, ദൈവമേ, പുറപ്പാട് 33:15 അങ്ങ് ഞങ്ങളോട് കൂടെ പോരുന്നില്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് വാഗ്ദാന ദേശത്തേക്ക് പറഞ്ഞയക്കരുത്. വീണ്ടും 16-ാം തിരുവചനത്തിൽ മോശ പറഞ്ഞു, അങ്ങ് പോരുന്നില്ലെങ്കിൽ അങ്ങ് എന്നിലും അങ്ങയുടെ ജനത്തിലും സംപ്രീതനാണെന്ന് എങ്ങനെ വെളിപ്പെടും? അങ്ങ് ഞങ്ങളോടൊത്ത് യാത്ര ചെയ്യുന്നുവെങ്കിൽ ഞാനും അങ്ങയുടെ ജനവും ഭൂമുഖത്തുള്ള എല്ലാ ജനതകളിൽ നിന്നും വ്യത്യസ്തരായിരിക്കും. അങ്ങ് ഞങ്ങളോട് കൂടെ യാത്ര ചെയ്യുന്നുവെങ്കിൽ, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ പോരുമെങ്കിൽ ഞാനും അങ്ങയുടെ ജനവും ഭൂമുഖത്തുള്ള സകല ജനതകളിൽ നിന്നും വ്യത്യസ്തരായിരിക്കും. ഹല്ലേലൂയ. അപ്പൊ ദൈവമക്കളെ, ഇസ്രായേൽ ജനത്തെ മറ്റ് ജനതകളിൽ നിന്ന് വ്യത്യസ്തമാക്കിയത് എന്തായിരുന്നു? അവരോട് കൂടെ നടന്ന, അവരോട് കൂടെ വ്യാപരിച്ച ദൈവത്തിന്റെ സാന്നിധ്യമായിരുന്നു. പ്രസൻസ് ഓഫ് ഗോഡ്. ദൈവ സാന്നിധ്യമാണ് നമ്മളെ ഓരോരുത്തരെയും വ്യത്യസ്തരാക്കുന്നത്. ഞാൻ നിങ്ങളോട് വളരെ സ്നേഹത്തോടെ ചോദിക്കട്ടെ, ഈ ലോകത്തിൽ ദൈവമക്കളായ നമ്മെ എന്താണ് വ്യത്യസ്തമാക്കുന്നത്? നമ്മൾ സംസാരിക്കുന്ന ഭാഷയാണോ? നമ്മൾ കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങളാണോ? നമ്മൾ ധരിക്കുന്ന വസ്ത്രധാരണത്തിന്റെ ആ സവിശേഷതകളാണോ? നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യതകളാണോ? നമ്മുടെ ഹെയർ സ്റ്റൈലാണോ? നമ്മുടെ മറ്റ് തൊഴിൽ മേഖലകളാണോ? ഇതൊന്നുമല്ല. എന്നെയും നിങ്ങളെയും ഈ ലോകത്തിൽ വ്യത്യസ്തരാക്കുന്നത് ദൈവത്തിന്റെ സാന്നിധ്യമാണ്. നമ്മുടെ കൂടെ വസിക്കുന്ന, നമ്മോട് കൂടെ നടക്കുന്ന,
നമ്മുടെ മേൽ വ്യാപരിക്കുന്ന, നമ്മളെ പൊതിഞ്ഞു നിൽക്കുന്ന, നമ്മളെ ആവരണം ചെയ്തിരിക്കുന്ന കർത്താവിന്റെ ആ മഹത്വമേറിയ സാന്നിധ്യമാണ് ദൈവമക്കളെ നമ്മെ ഓരോരുത്തരും വ്യത്യസ്തരാക്കി മാറ്റുന്നത്. ഇതിന് ഉദാഹരണം വിശുദ്ധ ബൈബിളിൽ കാണാം. സംഖ്യയുടെ പുസ്തകം 14-ാം അധ്യായം, അവിടെ 24-ാം തിരുവചനത്തോട്ട് വരുമ്പോൾ നമുക്കൊരു വാക്യം കാണാൻ പറ്റും. വാഗ്ദാന ദേശം കാണുവാനായി മോശ ഇസ്രായേൽ ഗോത്രത്തിൽ നിന്ന് 12 ലീഡേഴ്സിന് വിടുകയാണ്. അതിൽ ഒരു ഗോത്രത്തിൽ ലീഡറായിരുന്നു കാലബ്. ഈ കാലബും ജോഷുവായും മാത്രമാണ് ഈജിപ്തിൽ നിന്ന് ഇറങ്ങിപ്പോന്ന ഇസ്രായേൽ ജനത്തിൽ നിന്ന് വാഗ്ദാന ദേശം കൈവശമാക്കുവാൻ ദൈവം അനുവദിച്ചവരെ. ഈ കാലബിന് ലഭിച്ച ഈ അവകാശത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വചനം പറയുന്നുണ്ട്. അതിപ്രകാരമാണ്: എന്നെ നിന്ദിച്ചവരാരും അത് കാണുകയില്ല, എന്നാൽ എന്റെ ദാസനായ കാലബിനെ അവൻ ഉറ്റുനോക്കിയ ദേശത്തേക്ക് ഞാൻ കൊണ്ടുപോകും. അവന്റെ സന്തതികൾക്ക് ഞാനത് കൈവശമാക്കും. കാരണം അവനെ നയിച്ച ചൈതന്യം വ്യത്യസ്തമാണ്. കാലബിനെ നയിച്ച ചൈതന്യം അത് ഡിഫറെന്റ് ആണ്, അത് വ്യത്യസ്തമാണ്. അവനെ നയിച്ചത് ലോകത്തിന്റെ ചൈതന്യമല്ല, അവനെ നയിച്ചത് പരിശുദ്ധാത്മാവാണ്, ദൈവത്തിന്റെ സാന്നിധ്യമാണ്. അനേകം മണ്ഡലങ്ങളിൽ ദൈവം ഇതുപോലെ അനേകരെ വ്യത്യസ്തതയോടുകൂടി നിർത്തിയിട്ടുണ്ട്. എനിക്കറിയാം, പല ഡോക്ടേഴ്സിനെ അറിയാം. അവർ ഈശോയ്ക്ക് വേണ്ടി നിലകൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തി ദൈവ സാന്നിധ്യത്തിൽ രോഗികളെ പരിചരിച്ച് വ്യത്യസ്തതയോടുകൂടി തങ്ങളുടെ ശുശ്രൂഷ ചെയ്ത ഡോക്ടേഴ്സ്, ചില എഞ്ചിനീയേഴ്സ്, ചില ടീച്ചേഴ്സിന് എനിക്കറിയാം. അവർ എന്ത് ഭംഗിയായിട്ടാ ദൈവം അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ആ വിദ്യാർത്ഥികളുടെ മധ്യേ കർത്താവിനെ മഹത്വപ്പെടുത്തി കൂടുതൽ കർത്താവിന്റെ സാന്നിധ്യത്തിൽ വ്യാപരിക്കുന്ന പല ടീച്ചേഴ്സും, അത് വിദ്യാർത്ഥികൾക്ക് തന്നെ ഒരു അനുഗ്രഹമായ, ക്യാമ്പസിനൊക്കെ ഒരു അനുഗ്രഹമായി മാറുന്ന അനേകം ടീച്ചേഴ്സ് ഉണ്ട്. പഠിക്കുന്ന വിദ്യാർത്ഥികൾ നമുക്ക് ഇതുപോലെ കാണാൻ പറ്റും. ഈ കാലഘട്ടത്തിൽ ഇതുപോലെ അനേകരെ കർത്താവ് നിർത്തിയിട്ടുണ്ട്. നമ്മൾ ഈശോയുടെ ജീവിതത്തിലോട്ട് നോക്കുക. എന്താണ് ഈശോയുടെ പ്രത്യേകത? നമ്മെ പോലെ മാംസത്തിലും രക്തത്തിലും ഭാഗഭാക്കായി കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നു. എന്നാൽ യേശുവിനെ കുറിച്ച് വചനം പറയുന്നത്, ഹെബ്രായ പുസ്തകം 7:26 വചനം പറയുന്നു, അവൻ പാപികളിൽ നിന്ന് വേർതിരിക്കപ്പെട്ടവനായിരുന്നു. യേശു ക്രിസ്തു ആൾക്കൂട്ടത്തിൽ ഒരുവനായിരുന്നു. അവൻ എല്ലാവർക്കും എല്ലാമായിരുന്നു. എങ്കിലും അവനെ വ്യത്യസ്തനാക്കിയത് എന്തായിരുന്നു? അവൻ പാപികളിൽ നിന്ന് വേർതിരിക്കപ്പെട്ടവനായിരുന്നു. ഹെബ്രായ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 15-ാം തിരുവചനത്തോട്ട് വരുമ്പോൾ വീണ്ടും നമുക്ക് കാണാൻ പറ്റും, അവൻ സകല കാര്യങ്ങളിലും നമ്മെ പോലെ പരീക്ഷിക്കപ്പെട്ടവനായിരുന്നുവെങ്കിലും അവൻ ഒരിക്കൽ പോലും പാപം ചെയ്തിട്ടില്ലായിരുന്നു. ഹല്ലേലൂയ! ഇതായിരുന്നു യേശുക്രിസ്തുവിന്റെ വ്യത്യസ്തത. കാരണം യേശു ഭൂമിയിലൂടെ നടക്കുമ്പോഴും അവൻ തന്റെ പിതാവിന്റെ മടിത്തട്ടിലായിരുന്നു. യേശു 33 വർഷക്കാലം ഈ ലോകത്തിൽ ജീവിച്ചപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ യാഥാർത്ഥ്യമുണ്ട്. അവൻ തന്റെ പിതാവിന്റെ മഹത്വത്തിലായിരുന്നു. പിതാവിന്റെ സാന്നിധ്യമായി യേശു ഭൂമിയിൽ മാറുകയായിരുന്നു. ദൈവമക്കളെ, ക്രിസ്തുവിനെ വ്യത്യസ്തനാക്കിയത് ഇത് തന്നെയായിരുന്നു. നമ്മൾ ഈ ലോകത്തിന്റെ ഒഴുക്കിനൊപ്പം പോകുവാൻ വിളിക്കപ്പെട്ടവരല്ല. ഈ ലോകത്തിന്റെ ഗതി പിന്തുടരുവാനായി വിളിക്കപ്പെട്ടവരല്ല. ചിലർ പറയാറില്ലേ, നാട് ഓടുമ്പോൾ നടുവേ ഓടണം. അതിനുവേണ്ടി വിളിക്കപ്പെട്ടവരല്ല നമ്മൾ ഇവിടെ വ്യത്യസ്തരായി മാറണം. ഈ വ്യത്യസ്തത നമുക്ക് നിലനിർത്താൻ പറ്റണമെങ്കിൽ നമ്മൾ ദൈവത്തെ അറിയണം. ദൈവത്തെ അറിഞ്ഞൊരു ദൈവ പൈതലിന് മാത്രമാണ് വ്യത്യസ്തതയോടുകൂടി ഈ ലോകത്തിൽ മുന്നേറുവാനായിട്ട് സാധിക്കുകയുള്ളൂ. നമുക്ക് വചനത്തിൽ കാണാൻ പറ്റും. പത്രോസിന്റെ 1-ാം ലേഖനത്തിലോട്ട് നിങ്ങൾ വരിക. 4-ാം അധ്യായം 3-4 തിരുവചനങ്ങൾ. ഇന്ന് അനേകർ പറയാറുണ്ട്, സഹോദര, ഇങ്ങനെ നമ്മൾ വ്യത്യസ്തരായി കഴിഞ്ഞാൽ നമ്മൾ ഒറ്റപ്പെടില്ലേ? സമൂഹം നമ്മൾ ഒറ്റപ്പെടുത്തില്ലേ? ബന്ധുമിത്രങ്ങൾ നമ്മൾ അവഗണിക്കില്ലേ? നമ്മുടെ അവസ്ഥ എന്താകും? നമ്മളിങ്ങനെ ദൈവ സാന്നിധ്യവും പറഞ്ഞ് ദൈവസ്നേഹവും പറഞ്ഞ് ഈ ലോകത്തിനൊപ്പം നമ്മൾ പോയില്ലെങ്കിൽ, ഈ ലോകം ചിന്തിക്കുന്ന പോലെ നമ്മൾ ചിന്തിച്ചില്ലെങ്കിൽ, ഈ ലോകം ആഗ്രഹിക്കുന്ന നമ്മൾ ആഗ്രഹിച്ചില്ലെങ്കിൽ നമ്മുടെ ഗതി എന്താകും, നമ്മുടെ അവസ്ഥ എന്താകും എന്ന് ചിന്തിക്കുന്ന അനേകരെ കാണുവാൻ എന്റെ ശുശ്രൂഷ ജീവിതത്തിൽ കർത്താവ് ഇടവരുത്തിയിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്കുള്ള കർത്താവിന്റെ സ്വരമാണ്. എന്താണ് ദൈവം നമ്മോട് സംസാരിക്കുന്നത്? പ്രിയമുള്ളവരെ, നമ്മൾ ഒറ്റപ്പെടും, എല്ലാവരും നമ്മളെ മാറ്റി നിർത്തും എന്നൊക്കെ പറഞ്ഞ്
ഈ ലോകത്തിന്റെ ഗതി നമ്മൾ പിന്തുടർന്നു കഴിഞ്ഞാൽ, പ്രിയമുള്ളവരെ, നിത്യതയിൽ കർത്താവും നമ്മെ തള്ളിക്കളയുന്ന, കർത്താവും നമ്മെ അറിയില്ല എന്ന് പറയുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതാണ് ഒരു മനുഷ്യാത്മാവിന് ലഭിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം. അതുകൊണ്ട് എന്ത് സംഭവിച്ചാലും ദൈവ സാന്നിധ്യത്തിന്റെ നിറവിൽ, ദൈവഹിതത്തിൽ, ദൈവവചനത്തെ അനുസരിച്ച് വ്യത്യസ്തതയോടെ ജീവിക്കാൻ നമുക്ക് കഴിയും. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ തൊഴിൽ മേഖലകളിൽ, നമ്മുടെ ശുശ്രൂഷ മണ്ഡലങ്ങളിലെല്ലാം നമ്മൾ ഇപ്രകാരം മുന്നേറാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതാണ് ഈ വചനത്തോട് വെളിപ്പെടുത്തുന്നത്. അവിടെ 4:3 പറയാ, വിജാതിയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് പോലെ അഴിഞ്ഞാട്ടത്തിലും ജഡമോഹത്തിലും മദ്യപാനത്തിലും മധുരോത്സവത്തിലും നിശ്ചിതമായ വിഗ്രഹാരാധനയിലും ഒഴുകി നിങ്ങൾ മുൻപ് വളരെ കാലം ചെലവഴിച്ചു. എനിക്കറിയാം, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന അനേകരെ നമ്മൾ കർത്താവിനെ അറിയുന്നതിനേക്കാൾ മുൻപ് മദ്യപാനത്തിലും മ്ലേച്ഛതയിലും ഈ ലോകത്തിന്റെ സ്വാധീനങ്ങളിലും ഒരുപാട് പാപകരമായ അടിമത്തങ്ങളിലൊക്കെ ജീവിച്ചവരാണ്. എന്നാൽ കർത്താവിന്റെ സാന്നിധ്യം നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ അത് നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തി. വീണ്ടും വചനം പറയുക, 4-ാമത്തെ വാക്യം, എന്നാൽ ഇന്ന് നിങ്ങൾ അവരുടെ ദുർവൃത്തികളിൽ പങ്കുചേരാത്തത് കൊണ്ട് അവർ വിസ്മയിക്കുകയും നിങ്ങളെ ദുഷിക്കുകയും ചെയ്യുന്നു. ദൈവമക്കളെ, ഇതിന്റെ പേരിൽ, നമ്മളൊരു വ്യത്യസ്തരായതിന്റെ പേരിൽ നമ്മൾ ആരും അതിനെയോർത്ത് അസ്വസ്ഥരാകേണ്ട കാര്യമില്ല. ഇത് പറയുമ്പോൾ എനിക്കൊരു സംഭവം ഓർമ്മ വരികയാണ്. നമ്മുടെ ടീമിനോട് ചേർന്ന് വളരെ ആക്റ്റീവായി പ്രവർത്തിക്കുന്ന ഒരു സഹോദരൻ, ജോർജി എന്നാണ് അവന്റെ പേര്. അവൻ ബിടെക് സ്റ്റുഡന്റ് ആണ്. തിരുവനന്തപുരത്ത് എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരിക്കുക. ആ കോളേജിലുള്ള ചില അനുഭവങ്ങള് അവൻ എന്നോട് പലപ്പോഴും സ്നേഹത്തോടു കൂടി പങ്കുവെക്കാറുണ്ട്. ഒരിക്കൽ അവൻ എന്നോട് പറഞ്ഞു, എന്റെ പൊന്നു ചേട്ടായി, പലപ്പോഴും ഹോസ്റ്റലിൽ വളരെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങളാണ്. ഞാൻ ഒരുപാട് ഒറ്റപ്പെടുകയാണ്. എനിക്ക് ഫ്രണ്ട്സായിട്ട് അധികം ആരുമില്ല. പലരും എന്നോട് സംസാരിക്കുന്നില്ല. ഇതൊരു പുണ്യാളച്ചം വന്നിരിക്കുന്നു, ഒരു വിശുദ്ധം വന്നിരിക്കുന്നൊക്കെ പറഞ്ഞ് അനേകർ കളിയാക്കുകയാണ്, പരിഹസിക്കുകയാണ്. ഞാൻ എന്താ ചെയ്യേണ്ടത്? അവൻ പലപ്പോഴും എന്നോട് ചോദിച്ചിട്ടുണ്ട്. കർത്താവിന്റെ സ്നേഹത്തിൽ കത്തിജ്വലിക്കുന്ന ഒരു വിശുദ്ധ പാത്രമാണ് അവൻ. പലപ്പോഴും അവൻ ഇപ്രകാരം പറയുകയായിരുന്നു, രാത്രി കാലങ്ങളിലെല്ലാം ഉറക്കൊളിച്ചിരുന്ന് മൊബൈൽ ഫോണിലൂടെ ഈ ബ്ലൂ ഫിലിം ഒക്കെ കണ്ട്, മ്ലേച്ഛകരമായ ചിത്രീകരണങ്ങൾ കണ്ട് അവർ വട്ടം കൂടിയിരുന്ന് തമാശ പറയുകയും അതിനെക്കുറിച്ചുള്ള പങ്കുവെക്കലൊക്കെയാണ്. ഇത് കാണുവാനും അവരുടെ കൂടെ കൂടുവാനൊക്കെ ഇവരെ പലപ്പോഴും ഇവനെ നിർബന്ധിച്ചിട്ടുണ്ട്. പക്ഷെ ദൈവസ്നേഹത്തെ പ്രതി അവനത് നിരസിച്ചു. ഈ നിരസിക്കുന്ന സമയങ്ങളിലെല്ലാം പലപ്പോഴും അതികഠോരമായ വാക്കുകൾ പറഞ്ഞ് അനേകർ ഇവനെ കളിയാക്കി. പലപ്പോഴും അവർ കൂട്ടം കൂടിയിരുന്ന് രാത്രികാലം മദ്യപിക്കാറുണ്ട്. പക്ഷേ ഈ വക ചീത്ത കൂട്ടുകെട്ടുകളിലും ഇങ്ങനെയുള്ള കമ്പനികളിൽ നിന്നും പെടാതെ അല്പസ്വല്പം ഒരു വേദന വരുമെങ്കിലും ദൈവ സാന്നിധ്യത്തിൽ അവൻ അവിടെയെല്ലാം കർത്താവിനോടുള്ള സമർപ്പണത്തിൽ തന്നെ സൂക്ഷിക്കുകയും ഒരു വ്യത്യസ്തതയോടുകൂടി അവൻ അവിടെ നിലകൊള്ളുവാനായിട്ട് കഴിഞ്ഞു. നാളുകൾ കഴിഞ്ഞപ്പോൾ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. എന്താ സംഭവിച്ചെന്നറിയോ? ഇവനെ കളിയാക്കിയ, പുണ്യാളച്ച, വിശുദ്ധ എന്നൊക്കെ വിളിച്ച് പരിഹസിച്ച ഇവന്റെ സുഹൃത്തുക്കളിൽ പലരും കർത്താവിന്റെ സ്നേഹം അനുഭവിക്കാനിട വന്നു. ഇവൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞപ്പോൾ പോരുമ്പോഴേക്ക് ആ കോളേജിൽ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ് കർത്താവിന്റെ മഹത്വത്തിനായിട്ട് ഫോം ചെയ്തു. അനേകർ കർത്താവിനെ അറിയാൻ ഇവനിലൂടെ ദൈവം ഇടവരുത്തി. ഞാൻ ചോദിക്കേണ്ട ദൈവമക്കളെ, എന്തുകൊണ്ടാ ഇതൊക്കെ സാധ്യമായി തീർന്നത്? അവൻ വ്യത്യസ്തനായി അവിടെ നിലകൊണ്ടത് കൊണ്ടാ. അപ്പൊ ആദ്യം നമുക്ക് ഞെരുക്കൊക്കെ വരുന്നേ, കഷ്ടതയുണ്ടാവും, സഹനങ്ങളുണ്ടാകും, വെല്ലുവിളികളുണ്ടാവും, ഒറ്റപ്പെടുത്തലുണ്ടാവും, അവഗണനകളൊക്കെ ഉണ്ടാവും. പക്ഷെ ദൈവ സ്നേഹത്തെ പ്രതി ഈ സഹനങ്ങളെയെല്ലാം കൃപയായി സ്വീകരിക്കാൻ പറ്റുമോ? അവിടെയാണ് കർത്താവ് നമുക്ക് പ്രതിഫലം നൽകുന്നത്. സാഹചര്യം കിട്ടുമ്പോൾ, തരം കിട്ടുമ്പോൾ നമ്മുടെ കളറ് മാറരുത്. നമ്മൾ എവിടെ നിന്നാലും നമ്മൾ ദൈവ സാന്നിധ്യത്തിൽ വ്യത്യസ്തരാകണം. വിശുദ്ധ ബൈബിളിൽ, പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ എന്നെ വല്ലാതെ സ്വാധീനിച്ച തിരുവചനമാണത്. ഹെബ്രായ പുസ്തകം 11-ാം അധ്യായം 38-ാം തിരുവചനത്തിൽ അവിടെ ദൈവത്തിന്റെ വചനം ഇപ്രകാരം പ്രഖ്യാപിക്കുകയാണ്. വിശുദ്ധരെ കുറിച്ചാണ് അവിടെ വചനം പറയുന്നത്. എന്താണ് വചനം പറയുന്നത്? അവരെ സ്വന്തമാക്കുവാനുള്ള യോഗ്യത ലോകത്തിനില്ലായിരുന്നു. പലപ്പോഴും ഈ തിരുവചന ഭാഗം വായിക്കുമ്പോൾ എന്റെ ഹൃദയവും കണ്ണുകളും നിറയാറുണ്ട്. ദൈവമക്കളെ, ഇതെന്തൊരു വചനമാണിത്! അവരെ സ്വന്തമാക്കാനുള്ള യോഗ്യത
ലോകത്തിന് ഇല്ലായിരുന്നു. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഏതെങ്കിലും വിശുദ്ധർക്ക് ലോകത്തിന് അംഗീകാരം കിട്ടിയോ? ലോകം അവരെ കൈയടിച്ചു, ലോകം അവരെ പ്രോത്സാഹിപ്പിച്ചു? ഇല്ല. അവരെ കളിയാക്കി വിമർശിക്കുകയും ചെയ്തു. പല വിശുദ്ധരുടെ ജീവിതം എടുത്ത് പഠിക്കും. നിങ്ങൾ സാധിക്കുമെങ്കിൽ നിങ്ങൾ സോഫിയ ബുക്സിൽ നിന്ന് പ്രസിദ്ധീകരിക്കപ്പെടുന്ന വിശുദ്ധരുടെ ജീവചരിത്രങ്ങളൊക്കെ ഒന്ന് വായിക്കുന്നത് വളരെ നല്ലത്. എന്നെ വല്ലാതെ അത് സ്വാധീനിച്ചിട്ടുണ്ട്. നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ കുഞ്ഞുങ്ങളിലും നമ്മുടെ കൂട്ടായ്മകളിലൊക്കെ വിശുദ്ധരുടെ ജീവചരിത്രങ്ങളും അവരുടെ സമർപ്പണവും അവരുടെ ആ ദൈവരാജ്യ ദർശനമൊക്കെ നമ്മൾ പങ്കുവെക്കുന്നത് നമ്മുടെ തലമുറകൾക്കും കുടുംബത്തിനും കൂട്ടായ്മകൾക്കൊക്കെ വലിയൊരു അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കുക. ചിലപ്പോൾ ഈ സന്ദേശം പലർക്കും ഉൾക്കൊള്ളാൻ സാധിച്ചു വരില്ല. ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റൂ? നമ്മുടെ ഈ സാഹചര്യം ഇങ്ങനെയൊക്കെയല്ലേ? എങ്ങനെ എന്റെ കുടുംബത്തിന്റെ അവസ്ഥ ഇങ്ങനെ? സഹോദരൻ അറിയാതെയാ. എന്റെ കുടുംബത്തിലൊന്നും ഇതുപോലെ ജീവിക്കാൻ പറ്റില്ല. എന്റെ ഓഫീസിലൊന്നും ഇത് നടക്കത്തില്ല. ഞാൻ ആയിരിക്കുന്ന ഈ രാജ്യത്ത് ഇതൊന്നും നടക്കത്തില്ല. എന്റെ ഈ കൾച്ചറിൽ എനിക്ക് ഇങ്ങനെയൊന്നും ജീവിക്കാൻ എനിക്ക് സാധിക്കുകയില്ല എന്ന് പലരും ചിന്തിക്കുന്നുണ്ടാവും. പ്രിയ സഹോദര, നീ അമേരിക്കയിലാണെങ്കിലും ഇംഗ്ലണ്ടിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും നീ ഏത് ഭാഷക്കാരനാണെങ്കിലും ഏത് സംസ്കാരത്തിലുള്ളവനാണെങ്കിലും ദൈവത്തിന്റെ വചനത്തിന് മാറ്റമില്ല. അതേത് ഭൂഖണ്ഡത്തിലുള്ളവർക്കും ഏത് ഭാഷക്കാർക്കും ഏത് സംസ്കാരത്തിലുള്ളവർക്കും അതൊന്നു തന്നെയാണ്. ബി ഡിഫറെന്റ്. നീ വ്യത്യസ്തനാകണം. സഹോദരി, നീ വ്യത്യസ്തയാകണം. ഇതാണ് ദൈവത്തിന് നിന്നെ കുറിച്ച് പറയാനുള്ളത്. നമ്മൾ വ്യത്യസ്തരാക്കുന്നത് ഒന്നുമല്ല. ഇതൊരു ഒളിച്ചോട്ടമല്ല. ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന്, ജീവിതത്തിന്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോട്ടമല്ല ഇത് സ്വർഗം ആഗ്രഹിക്കുന്ന കാര്യമാണ്. ഇങ്ങനെയുള്ള കുറെ ജീവിതങ്ങളെയാണ് ഇനി സഭയ്ക്ക് ആവശ്യം. അവരിലൂടെ ദൈവം സഭയെ വിശുദ്ധീകരിക്കും, ലോകത്തെ വിശുദ്ധീകരിക്കും, കുടുംബങ്ങളെ രൂപാന്തരപ്പെടുത്തും, ജീവിതങ്ങളെ നവീകരിക്കും. ഇത് സ്വർഗത്തിന്റെ ഇഷ്ടമാണ്. ഇത് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്ത്. അതിനായി ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു. ദിവ്യകാരുണ്യ ഈശോയെ, ഞങ്ങൾ വലിയ വിശ്വാസത്തോടെ അവിടുത്തെ സാന്നിധ്യത്തിന് മുൻപിൽ കടന്നു വന്നിരിക്കുകയാണ്. കർത്താവിന്റെ കരുണയിലും കൃപയിലും ആശ്രയിച്ചുകൊണ്ട് ഈ ആരാധന ശുശ്രൂഷയിൽ വലിയ വിശ്വാസത്തോടെ നമുക്ക് പങ്കുകൊള്ളാം. കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ഇരുകരങ്ങളും ഈശോയുടെ മുൻപിലേക്ക് നിങ്ങൾ തുറന്നു പിടിക്കുക. ഇത് വലിയ അനുഗ്രഹത്തിന്റെ സമയമാണ്. ഈ തുറന്നു പിടിച്ചിരിക്കുന്ന കരങ്ങളിൽ നമ്മളെ വിഷമിപ്പിക്കുന്ന സകല ഭാരങ്ങളും, നമ്മുടെ കുടുംബത്തിന്റെ തകർച്ചകളും, നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ, ആവശ്യങ്ങളെല്ലാം കർത്താവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇതെല്ലാം ഏറ്റെടുക്കുവാൻ, സ്വീകരിക്കുവാൻ കർത്താവ് ദിവ്യകാരുണ്യമായി കടന്നു വന്നിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ പ്രവർത്തിക്കണമേ. വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന, ഹൃദയനുറുക്കത്തോടെ പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളെയും ഉന്നപിതാവേ അവിടുന്ന് അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ പ്രശ്നങ്ങളിൽ, പ്രതിസന്ധികളിൽ, വേദനകളിൽ, തകർച്ചകളിൽ, പ്രതികൂലങ്ങളിൽ കർത്താവേ അവിടുത്തെ കൃപയുടെ സമൃദ്ധിയെ പകരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ നൽകുന്ന ഈ അഭിഷേകം സ്വീകരിച്ചുകൊണ്ട് ദൈവമക്കളെ ഇരുകരങ്ങളും ദിവ്യകാരുണ്യ ഈശോയുടെ മുൻപിലേക്ക് ഉയർത്തി നിങ്ങൾ പരിശുദ്ധാത്മാവിനെ വിളിച്ചു പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവെ പ്രവർത്തിക്കണമേ. ഓരോ വ്യക്തികളിലും പ്രവർത്തിക്കണമേ. പരിശുദ്ധാത്മാവെ ഭവനങ്ങളിൽ പ്രവർത്തിക്കണമേ. നിരാശപ്പെട്ട് അസ്വസ്ഥപ്പെട്ടിരിക്കുന്ന ഒരുപാട് ജീവിതങ്ങളുണ്ട്. ആ ജീവിതങ്ങളിലേക്കെല്ലാം പരിശുദ്ധാത്മാവെ അഭിഷേകമായി കത്തി പടരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് തന്റെ കൃപയുടെ സമൃദ്ധി ധാരാളമായി നമ്മിലേക്ക് പകരുകയാണ്. ഇതാ ഈശോയെ ആശീർവദിക്കുന്ന സമയമാണ്. മക്കളെ സ്വീകരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, ഞങ്ങളെ സൗഖ്യമാക്കണമേ, ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പിതാവേ നന്ദി, പിതാവേ നന്ദി.